ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വരയ്ക്കുന്നത് ഫാൽക്കൺ പക്ഷിയെയാണ്. ഇതെനിക്ക് വന്ന ഒരു ഓർഡർ ആയിരുന്നു. പെൻസിൽ സ്കെച്ചിൽ ഫാൽക്കൺ ബേർഡിനെ വരയ്ക്കാൻ വേണ്ടിയാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ പക്ഷി അത്ര വലിയ പരിചയമുള്ള പക്ഷിയല്ല, പക്ഷെങ്കിൽ എന്താ, ഗൾഫ് നാടുകളിലെ പ്രിയങ്കരനാണ് ഫാൽക്കൺ പക്ഷി. വിനോദത്തിനും വേട്ടയാടുന്നതിനും വേണ്ടിയാണ് ഇവയെ ഓമനിച്ച് വളർത്തുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ സാംസ്കാരികവും ചരിത്രപരവുമായ പ്രാധാന്യം ഫാൽക്കണുണ്ട്. ഫാൽക്കൺ പക്ഷിയുടെ ഉടമസ്ഥത അവിടെ ഉയർന്ന സാമൂഹിക പദവിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഇനി നമുക്ക് ഡ്രോയിങ്ങിലേക്ക് വരാം. ഈ ഡ്രോയിങ്ങിൽ ഞാൻ 6B പെൻസിലാണ് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഡാർക്ക് ഷെയ്ഡിന് വേണ്ടി 10B പെൻസിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ 2 ഷെയ്ഡ്സ് മാത്രമാണ് ഫുൾ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. ഈ ഒരു ചിത്രം വരയ്ക്കാനായി ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും രീതി ഉപയോഗിക്കാതെ നോക്കി വരയ്ക്കുന്ന മെത്തേഡാണ് ഇത്. ഇത്തിരി ശ്രമകരമായ ഒരു വർക്കാണെങ്കിൽ കൂടി ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ കലയിലെ അടിസ്ഥാന കഴിവുകൾ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഈ രീതി സഹായകമാണ്. സാധാരണയായി പെയ്ഡ് വർക്കൊക്കെ ചെയ്യുമ്പം അധിക പേരും, എല്ലാവരും എന്നല്ല, അധിക പേരും ഗ്രിഡ് മെത്തേഡും ലൂമിസ് മെത്തേഡും ഒക്കെയാണ് ഉപയോഗിക്കുക വരയ്ക്കാൻ വേണ്ടി, എളുപ്പത്തിന് വേണ്ടി. അതും എളുപ്പം എന്നല്ല, അളവുകൾ തെറ്റാതിരിക്കാൻ വേണ്ടി അതും ഉപയോഗിക്കുന്ന തെറ്റ് എന്നൊന്നല്ല പറയുന്നത്, അങ്ങനെയും ചെയ്യാം. പക്ഷേ പേഴ്സണലി എനിക്ക് ഏറ്റവും താല്പര്യമുള്ളത്, എനിക്ക് ശരിയാവുന്നത് ഫ്രീ ഹാൻഡ് മെത്തേഡാണ്. ചില വർക്കുകൾ നമ്മളെ കയ്യിൽ ഒതുങ്ങിയില്ല, ചിലത് പാളിപ്പോകാം. എന്നാലും ഒരു പരിധിവരെ നമ്മളെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കാൻ വേണ്ടി കൂടുതലായി ഉപകാരപ്പെടുന്നത് ഫ്രീ ഹാൻഡ് മെത്തേഡ് തന്നെയാണ്. നമുക്ക് ഓരോ ദിവസം ഓരോ ചിത്രങ്ങൾ വരയ്ക്കുന്നതും നമുക്കതൊരു പഠനം തന്നെയാണ്. ഒരിക്കലും നമ്മൾ പൂർണ്ണരാവുന്നില്ല ഒരു ആർട്ടിസ്റ്റ്. നമ്മൾ വരച്ച് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും നമ്മൾ ഒരു സെൽഫ് എന്താ പറയുക, നമുക്ക് സ്വയം ആത്മസംതൃപ്തി തരുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ഫ്രീ ഹാൻഡ് വർക്കുകൾ ചെയ്യുമ്പോഴാണ്. നമ്മളത് പൂർണ്ണമായും പറയും, ഞാനിത് ഒരു മെത്തേഡും യൂസ് ചെയ്തിട്ടല്ല, ഞാനിത് ഫ്രീ ഹാൻഡായിട്ട് ചെയ്തതാണെന്ന് കോൺഫിഡൻസോടുകൂടി പറയാൻ വേണ്ടി നമുക്ക് ഈ മെത്തേഡ് തന്നെയാണ് നല്ലത്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷം, അഭിമാനമുണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതിൽ. ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും ആദ്യം ഞാൻ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് എവിടെയാണ് വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡാർക്ക് ഷെയ്ഡ് എവിടെയാണ് വരുന്നത് എന്ന കാര്യമാണ് ആദ്യം ഞാൻ ശ്രദ്ധിക്കുക. പിന്നീട് ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് തുടങ്ങി ഡാർക്കിലേക്ക് എത്തുന്ന രീതിയാണ് പൊതുവായും ഞാൻ പോർട്രേറ്റിലാണെങ്കിലും ഇങ്ങനെ ഒബ്ജക്റ്റ് സ്റ്റഡിയിലാണെങ്കിലും എന്തിലായാലും ആദ്യം അതാണ് ശ്രദ്ധിക്കാറ്. അപ്പോൾ ഈ ഫാൽക്കൺ ബേർഡിനെ വരയ്ക്കുന്നതിൽ തന്നെ ആദ്യം അതിന് ഡാർക്ക് സ്പോട്ട് ഡാർക്കായിട്ട് വരുന്ന ഭാഗങ്ങൾ 6B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഷെയ്ഡ് ചെയ്ത് അടയാളപ്പെടുത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ബാക്കി ഷെയ്ഡിങ്ങിലേക്കൊക്കെ പോകുന്നത്. അതേപോലെ തന്നെ പോർട്രേറ്റ് ചെയ്യുമ്പോഴായാലും കളർ പോർട്രേറ്റ് ആണെങ്കിലും പെൻസിൽ സ്കെച്ച് ആണെങ്കിലും ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് തുടങ്ങി ഡാർക്ക് ഷെയ്ഡിലേക്ക് പോകാനാണ് ശ്രദ്ധിക്കാറ്. പലരും കണ്ണുകളാണ് ആദ്യം ഫോക്കസ് ചെയ്ത് വരയ്ക്കുന്നത്. ഞാൻ പൊതുവായും ഫുൾ ഡീറ്റെയിൽസ് കഴിഞ്ഞതിന് ശേഷമാണ് കണ്ണുകൾ വരയ്ക്കാറുള്ളൂ, ഷെയ്ഡ് ചെയ്യാറുള്ളൂ. ലാസ്റ്റാണ് അതിൻ്റെ പെർഫെക്ഷൻ എത്ര വേണം, കണ്ണിൻ്റെ തിളക്കം എങ്ങനെ ഷെയ്ഡ് കൊടുക്കണം, എത്ര ഷെയ്ഡ് വേണം, എത്ര ഷെയ്ഡ് കുറയ്ക്കണം എന്നുള്ള കാര്യങ്ങൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലാകാറുള്ളത്. ഫാൽക്കൺ ബേർഡിൻ്റെ ശരീരത്തിലുള്ള ഈ ഡിസൈൻ, ഈ കുത്തുകളും വരകളും ആദ്യം 6B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം അവസാനം 10B കൊണ്ട് നമ്മൾ ഡാർക്കൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ വരച്ച് പോസ്റ്റ് ചെയ്യുക എന്നതിലുപരി തുടക്കക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എങ്ങനെ മാറ്റാമെന്നാണ് ഞാൻ ഈ വീഡിയോ ഇത്ര ലെങ്തി ആക്കാൻ കാരണം. വരയ്ക്കുന്ന ഓരോ വരയും വളരെ കൃത്യമായി മനസ്സിലാകുന്ന രീതിയിൽ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാലും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ വീഡിയോ കുറച്ച് സ്പീഡപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കാവുന്നതാണ്. ഞാൻ പെയ്ഡ് വർക്ക് ചെയ്യുന്നുണ്ട്. തസ്നി ഫാറൂഖ് എന്ന എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾ DM ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് വരച്ചു തരുന്നതാണ്.
ആവശ്യമുള്ളവർ ഇൻസ്റ്റയിൽ DM ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കപ്പിൾ പോർട്രേറ്റ്, സിംഗിൾ പോർട്രേറ്റ്, പെൻസിൽ സ്കെച്ച് പോർട്രേറ്റ്, കളർ പെൻസിൽ പോർട്രേറ്റ് എന്നിവയൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സാധാരണയായി ഒരു പിക്ചർ വരയ്ക്കുമ്പോൾ സ്മൂത്ത്നെസ്സിന് വേണ്ടി, ബ്ലെൻഡ് ആവാൻ വേണ്ടി നമ്മൾ സ്മഡ്ജ് ചെയ്യും. അത് പേപ്പർ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെ ടിഷ്യൂ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കോട്ടൺ ഉപയോഗിച്ചുകൊണ്ടോ നമ്മൾ സാധാരണ രീതിയിൽ സ്മഡ്ജ് ചെയ്യാറുണ്ട്, സ്മൂത്ത്നെസ്, ആ ഫിനിഷിംഗ് ലുക്ക് കിട്ടാൻ വേണ്ടി. ഈ ഒരു വർക്കിൽ ഞാൻ സ്മഡ്ജ് ചെയ്യുന്നതേ ഇല്ല. പെൻസിൽ സ്കെച്ച് കൊണ്ട് തന്നെ, പെൻസിൽ കൊണ്ട് ഒരു ലൈറ്റായിട്ട് സ്കെച്ച് ഷെയ്ഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതൊരു ബ്ലെൻഡിങ്ങിന് വേണ്ടി പെൻസിൽ തന്നെയാണ് ഉപയോഗിച്ചത്. അതായത് ഫാൽക്കനെ വരയ്ക്കാൻ വേണ്ടി ലൈറ്റ് ഷെയ്ഡിങ് വരുന്ന ഭാഗത്ത് പെൻസിൽ തന്നെയാണ് ഉപയോഗിച്ചത്, സ്മഡ്ജ് ചെയ്തതേ ഇല്ല. നമ്മൾ അതങ്ങനെ പഠിക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്, അങ്ങനെ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സ്മഡ്ജ് ചെയ്യാതെ ചെയ്തത്. പക്ഷെ അത് വിജയിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ഈ ചിത്രരചനയിൽ എന്തൊക്കെയാണ് അഭിപ്രായം ഉള്ളതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സ്കെച്ച് പൂർണ്ണമായി ചെയ്തതിന് ശേഷം ഡാർക്ക് വരുന്ന ഭാഗത്ത് ഡാർക്ക്നെസ് ചെയ്യാൻ വേണ്ടി 10B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരേ പ്രഷറിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഫാൽക്കൺ ബേർഡിൻ്റെ ഡിസൈൻസ്, കുത്തുകൾ, പുള്ളി വരുന്ന ഭാഗങ്ങളൊക്കെ 10B ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം. അല്ലാത്ത വർഷം അത് കട്ടി കൂടി പോകാൻ ചാൻസ് ഉണ്ട്. ഫിനിഷ് ചെയ്തിട്ടാകുമ്പോൾ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഡാർക്ക്നെസ് വേണ്ട ഭാഗത്ത് 10B ഉപയോഗിച്ചതിന് ശേഷം അവസാനമായി നമ്മൾ ഫിനിഷിങ്ങിനായി ഷാഡോ വരുന്ന ഭാഗത്ത് 3 പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഫാൽക്കൺ ബേർഡ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്.